ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. കാർഷിക ഉൽപ്പന്നങ്ങളുടെ താങ്ങുവിലയും നേരിട്ടുള്ള സംഭരണവും തുടരുമെന്ന് കർഷകർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉറപ്പ്. കോവിഡ് വ്യാപന തോത് ഉയർന്ന കേരളമടക്കം 5 സംസ്ഥാനങ്ങളിലേക്ക് കേന്ദ്രം വിദഗ്ധ സംഘത്തെ അയക്കും. ഇന്ന് അന്താരാഷ്ട്ര ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനം. പട്ടിണി അകറ്റുക എന്നത് ബഹുമുഖ വെല്ലുവിളി. നവരാത്രി പൂജകൾക്ക് ഇന്ന് തുടക്കം. 6 മാസത്തിനു ശേഷം ശബരിമല നട ഭക്തർക്കായി തുറന്നു. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ മുംബൈ ഇന്ത്യൻസിന് ജയം. വാർത്തകൾ വിശദമായി. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില ഏർപ്പെടുത്തുന്നത് തുടരുമെന്നും സർക്കാർ വിളകൾ നേരിട്ട് സംഭരിക്കുന്നത് തുടരുമെന്നും കർഷകർക്ക് ഉറപ്പു നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ ഇത് രണ്ടും അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നലെ ലോക ഭക്ഷ്യദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോവിഡ് മഹാമാരി കാലത്തും ഭക്ഷ്യവിതരണ ശൃംഖല തകരാതെ കാത്തതിൽ രാജ്യത്തെ കർഷകർ വലിയ പങ്കുവഹിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ ചെറുകിട കർഷകരുടെ ജീവിതത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടാണ് വലിയ തോതിലുള്ള കർഷക ഉൽപാദന സംഘടനകളുടെ ശൃംഖലയ്ക്ക് രൂപം നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം കേരളം, കർണാടകം, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലേക്ക് ഉന്നതതല കേന്ദ്ര സംഘങ്ങളെ അയക്കും. കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ ഈ സംസ്ഥാനങ്ങളിൽ വർധന രേഖപ്പെടുത്തിയ സാഹചര്യത്തിലാണ് ഇത്. ഓരോ സംഘത്തിലും ഒരു ജോയിന്റ് സെക്രട്ടറി, പൊതുജനാരോഗ്യ കാര്യങ്ങൾ പരിശോധിക്കുന്ന വിദഗ്ധൻ, രോഗബാധ തടയാനുള്ള നടപടികൾ സ്വീകരിക്കാനായും സംസ്ഥാനം സ്വീകരിച്ചിരിക്കുന്ന ചികിത്സാ നിർവഹണ മാർഗനിർദ്ദേശങ്ങൾ പരിശോധിക്കാനുള്ള ആരോഗ്യ വിദഗ്ധൻ എന്നിവർ ഉണ്ടായിരിക്കും. കണ്ടെയ്ൻമെന്റ്, നിരീക്ഷണം, പരിശോധന, രോഗവ്യാപന നിയന്ത്രണ നടപടികൾ, രോഗബാധിതരുടെ ചികിത്സ തുടങ്ങിയവ ശക്തിപ്പെടുത്തുന്നതിനുള്ള സംസ്ഥാനങ്ങളുടെ ശ്രമങ്ങൾക്ക് കേന്ദ്രസംഘം പിന്തുണയേകും. സമയബന്ധിതമായ രോഗനിർണയവും തുടർ നടപടികളുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യാനും മാർഗനിർദ്ദേശം നൽകും. കേരളത്തിലെ ആകെ രോഗബാധിതർ 3,17,929 ആണ്. ഇത് രാജ്യത്തെ ആകെ രോഗികളുടെ 4.3%. സംസ്ഥാനത്ത് ഇന്നലെ 250 ആരോഗ്യ പ്രവർത്തകർക്കുൾപ്പെടെ 7,283 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 6,767 പേർ രോഗമുക്തി നേടി. 5,731 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. രാജ്യത്ത് കോവിഡ് മുക്തരായവരുടെ എണ്ണം 64,53,000 കടന്നു. 87.56% നിലവിലെ രോഗമുക്തി നിരക്ക്. മരണനിരക്ക് 1.52% കുറഞ്ഞു. 8 ലക്ഷത്തിലധികം പേർ നിലവിൽ രാജ്യത്ത് കോവിഡ് ചികിത്സയിലുണ്ട്. ലോകത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 3,95,00,000 കവിഞ്ഞു. 11 ലക്ഷത്തിലധികം പേർക്കാണ് കോവിഡ് മൂലം ജീവൻ നഷ്ടമായത്. കർണാടകയിലും മഹാരാഷ്ട്രയിലും കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇരു സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തി. രക്ഷാപ്രവർത്തനത്തിനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും കേന്ദ്രത്തിൽ നിന്നുള്ള സാധ്യമായ പിന്തുണ നൽകുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. ഇന്ന് അന്താരാഷ്ട്ര ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനം. ലോകത്ത് ഒരു നേരത്തെ അന്നത്തിനായി പോലും ബുദ്ധിമുട്ടുന്ന ജനതയുടെ പ്രതിസന്ധിയും പോരാട്ടവും രാജ്യാന്തര ശ്രദ്ധയിൽ കൊണ്ടുവരാനായിട്ടാണ് ഈ ദിനം ആചരിക്കുന്നത്. ദാരിദ്ര്യമെന്നത് ലോകം നേരിടുന്ന ബഹുമുഖ പ്രതിസന്ധിയാണെന്ന് ഐക്യരാഷ്ട്രസഭ വികസന പദ്ധതിയായ UNDPയുടെ ഇന്ത്യൻ ഡെപ്യൂട്ടി റെസിഡന്റ് നാദിയ റഷീദ് ആകാശവാണിയോട് പറഞ്ഞു. പട്ടിണി അനുഭവിക്കുന്നവർ വിവിധ തരത്തിലുള്ള ഇല്ലായ്മകളാണ് നേരിടുന്നത്. അവയെല്ലാം ഒന്നിച്ച് പരിഹരിച്ചുകൊണ്ടല്ലാതെ പ്രതിസന്ധി പരിഹരിക്കാനാകില്ലെന്നും അവർ പറഞ്ഞു. എല്ലാവർക്കും സാമൂഹികവും പരിസ്ഥിതികവുമായ നീതി ഉറപ്പാക്കാൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാമെന്നതാണ് ഇക്കൊല്ലത്തെ ദിനാചരണത്തിന്റെ സന്ദേശമായി ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യ ചിലി ആദ്യ ജോയിന്റ് കമ്മീഷൻ ഇന്നലെ ചേർന്നു. വ്യാപാരം, കൃഷി, ആരോഗ്യം, സാമൂഹ്യ സുരക്ഷാ മേഖലകളടക്കം വിവിധ രംഗങ്ങളിൽ സഹകരണം ശക്തമാക്കാൻ യോഗത്തിൽ ധാരണയായി. പരസ്പര സഹകരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ചിലി മുംബൈയിൽ സ്ഥാനപതി കാര്യാലയം തുറക്കും. ഓൺലൈനായാണ് യോഗം ചേർന്നത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ചിലിയൻ വിദേശകാര്യമന്ത്രി ആന്ദ്രേസ് അൽമണ്ട് സവാലയും നേതൃത്വം നൽകി. ലോകബാങ്ക് വികസന സമിതിയുടെ 102ാം യോഗത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ വീഡിയോ കോൺഫറൻസ് വഴി പങ്കെടുത്തു. കോവിഡ് വ്യാപനം മൂലമുണ്ടായ സാമൂഹിക സാമ്പത്തിക പ്രത്യാഘാതത്തെ അതിജീവിക്കാൻ ഇന്ത്യൻ സർക്കാർ നിരവധി ശക്തമായ ചുവടുവയ്പ്പുകൾ നടത്തിയതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. മഹാമാരി കാലത്തെ മുന്നേറ്റത്തിന് ലോകരാജ്യങ്ങളുടെ ഒറ്റക്കെട്ടായ ഇടപെടലാണ് വേണ്ടതെന്നും അവർ ചൂണ്ടിക്കാട്ടി.
പൊതുവിപണിയിലേക്ക് പണമെത്തിക്കാൻ ലക്ഷ്യമിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രത്യേക പദ്ധതി പ്രഖ്യാപിച്ചു. സംസ്ഥാനങ്ങൾക്ക് വികസന കാര്യങ്ങൾക്കായി പ്രത്യേകമായി പണം കണ്ടെത്താനുള്ള അവസരമാണ് ഇത്. ഈ മാസം 22-നാണ് RBI ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ സംഘടിപ്പിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം. രാജ്യത്ത് നവരാത്രി പൂജയ്ക്ക് തുടക്കമായി. 9 ദിവസം നീണ്ടുനിൽക്കുന്ന ആഘോഷങ്ങൾക്കാണ് തുടക്കമായത്. ഓരോ ദിവസവും ദുർഗയുടെ ഓരോ രൂപത്തെയാണ് ആരാധിക്കുന്നത്. ആദ്യ ദിവസമായ ഇന്ന് ദുർഗാദേവിയെ ശൈലപുത്രിയായി ഉത്തരേന്ത്യയിൽ ആരാധിക്കുന്നു. ബംഗ്ലാദേശിലും നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമായി. കേരളത്തിൽ നവരാത്രി പൂജകൾക്ക് തുടക്കം കുറിച്ച് കന്യാകുമാരി പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നുള്ള വിഗ്രഹങ്ങൾ ഇന്നലെ തലസ്ഥാനത്തെത്തി. 26-നാണ് വിദ്യാരംഭം. ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ശബരിമല നട തുറന്ന് തുലാമാസ പൂജകൾ ആരംഭിച്ചു. ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് ഇന്ന് നടക്കും. വിശദാംശങ്ങളിലേക്ക്. 6 മാസങ്ങൾക്ക് ശേഷം ആദ്യമായാണ് ശബരിമല നട തീർത്ഥാടകർക്കായി തുറന്നുകൊടുക്കുന്നത്. ഇന്ന് പുലർച്ചെ 5-ന് നട തുറന്ന് നിർമ്മാല്യ ദർശനവും നെയ്യഭിഷേകവും നടത്തി. രാവിലെ 8 മണിയോടെ മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് നടക്കും. ആദ്യം ശബരിമല മേൽശാന്തിമാരുടെ നറുക്കെടുപ്പാണ് നടക്കുക. 9 പേരാണ് അന്തിമ യോഗ്യതാ പട്ടികയിലുള്ളത്. ഇന്ന് മുതൽ ബുധനാഴ്ച വരെയാണ് ഭക്തർക്ക് ദർശനം സാധ്യമാകുക. വെർച്വൽ ക്യൂ സംവിധാനത്തിലൂടെ ദിവസേന 250 പേർക്കാണ് ദർശന സൌകര്യം ഒരുക്കിയിട്ടുള്ളത്. കോവിഡ് ഇല്ലെന്ന് 48 മണിക്കൂർ മുൻപ് നടത്തിയ പരിശോധനാ സർട്ടിഫിക്കറ്റ് ദർശനത്തിനായി ഹാജരാക്കണം. തീർത്ഥാടകർ കൊണ്ടുവരുന്ന നെയ്യ് പ്രത്യേക കൌണ്ടറിൽ ശേഖരിക്കും. അപ്പം, അരവണ കൌണ്ടറുകൾ പ്രവർത്തിക്കും. ഇന്നലെ നിലയ്ക്കലിൽ നിന്ന് ദേവസ്വം ബോർഡ് ജീവനക്കാരെ മാത്രമാണ് പമ്പയിലേക്ക് കടത്തിവിട്ടത്. നിലയ്ക്കലിൽ ഭക്തർക്ക് ആന്റിജൻ പരിശോധനയ്ക്ക് സർക്കാർ സംവിധാനം കൂടാതെ സ്വകാര്യ ലാബുകളും പ്രവർത്തിക്കുന്നുണ്ട്. ഭക്തർ എത്തുന്ന വാഹനങ്ങൾ പമ്പയിൽ പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ല. താമസ സൌകര്യം ഉണ്ടായിരിക്കില്ല. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ശബരിമല ദർശനത്തിനെത്തുന്നവർ ആചാരപ്രകാരമുള്ള സാധനങ്ങൾ കൂടാതെ പരമാവധി കുറച്ച് സാധനങ്ങളെ കൊണ്ടുവരാവൂ എന്ന് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അഭ്യർത്ഥിച്ചു. സാനിറ്റൈസർ, കൈയുറകൾ എന്നിവ നിർബന്ധമാണ്. ഗുണനിലവാരമുള്ളതും വീണ്ടും ഉപയോഗിക്കാവുന്നതുമായ മാസ്കുകൾ കരുതണം. സാമൂഹിക അകലം പാലിക്കണം. കൂട്ടമായി നടക്കാനോ മല കയറാനോ പാടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. കോവിഡ് പശ്ചാത്തലത്തിൽ ഉത്സവ സമയങ്ങളിലെ സുരക്ഷ, ആൾക്കൂട്ട നിയന്ത്രണം എന്നിവ സംബന്ധിച്ച് കേന്ദ്ര റെയിൽ ബോർഡ് അവലോകനം നടത്തി. റെയിൽവേ സ്റ്റേഷനുകൾ, ട്രെയിനുകൾ എന്നിവിടങ്ങളിൽ കൊറോണ വ്യാപനം ചെറുക്കുന്നതിനായി യാത്രക്കാർക്കിടയിൽ അവബോധം സൃഷ്ടിക്കാൻ മന്ത്രാലയം നിർദ്ദേശം നൽകി. യാത്രാസമയത്ത് സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി മേരി സഹേലി എന്ന പുതിയ പദ്ധതി ആരംഭിച്ചതായും മന്ത്രാലയം അറിയിച്ചു. ഉത്സവ സമയങ്ങളിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി 208 ജോഡി ഉത്സവ ട്രെയിനുകൾ ഉണ്ടായിരിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഈ മാസം 20-നും 30-നും ഇടയിലാകും ട്രെയിൻ സർവീസ് നടത്തുക. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതിന് സമാനമായി ജീവനക്കാർക്ക് പ്രത്യേക ഉത്സവ അഡ്വാൻസും LTC ക്യാഷ് വൌച്ചർ സംവിധാനവും നടപ്പാക്കാൻ ഉത്തർപ്രദേശ് സർക്കാർ തീരുമാനിച്ചു. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് തീരുമാനമെടുത്തത്. 2000 കോടി രൂപയോളം ചെലവ് പ്രതീക്ഷിക്കുന്നു. കരസേന വൈസ് ചീഫ് ലഫ്റ്റനന്റ് ജനറൽ SK സൈനി ഈ മാസം 17 മുതൽ 20 വരെ അമേരിക്ക സന്ദർശിക്കുന്നു. ഇരു രാജ്യങ്ങളുടെയും സൈനിക സഹകരണം വർദ്ധിപ്പിക്കുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യം. കൈവശഭൂമി പട്ടയം പദ്ധതി റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ പ്രഖ്യാപിച്ചു. ആദ്യഘട്ടത്തിൽ കാസർഗോഡ് ജില്ലയിലും തുടർന്ന് മറ്റു ജില്ലകളിലും പദ്ധതി നടപ്പാക്കും. സർക്കാർ ഭൂമിയിൽ കൃഷി ചെയ്തും വീടുവച്ചും താമസിക്കുന്ന മറ്റെവിടെയും ഭൂമിയില്ലാത്ത കുടുംബങ്ങൾക്ക് പട്ടയം നൽകുന്ന പദ്ധതിയാണ് ഇത്. വർഷങ്ങളായി ഭൂമി കൈവശം വച്ച് അനുഭവിക്കുകയും കേരളത്തിൽ വേറെ എവിടെയും ഭൂമിയില്ലാതിരിക്കുകയും ചെയ്യുന്ന ആളുകളുടെ അപേക്ഷകൾ കാലങ്ങളായി കെട്ടിക്കിടക്കുന്നുവെങ്കിൽ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള അവസരമാണ് ഇത്. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 8 വിക്കറ്റ് ജയം. ഇന്നലെ അബുദാബിയിലെ ഷെയ്ഖ് സയ്യിദ് സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം. ഓപ്പണർ ക്വിന്റൻ ഡി കോക്ക് 44 പന്തുകളിൽ നിന്ന് നേടിയ 78 റൺസുകളാണ് മുംബൈക്ക് വിജയം സമ്മാനിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. കാർഷിക ഉൽപ്പന്നങ്ങളുടെ താങ്ങുവിലയും നേരിട്ടുള്ള സംഭരണവും തുടരുമെന്ന് കർഷകർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉറപ്പ്. കോവിഡ് വ്യാപന തോത് ഉയർന്ന കേരളമടക്കം 5 സംസ്ഥാനങ്ങളിലേക്ക് കേന്ദ്രം വിദഗ്ധ സംഘത്തെ അയക്കും. ഇന്ന് അന്താരാഷ്ട്ര ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനം. പട്ടിണി അകറ്റുക എന്നത് ബഹുമുഖ വെല്ലുവിളി. നവരാത്രി പൂജകൾക്ക് ഇന്ന് തുടക്കം. 6 മാസത്തിനു ശേഷം ശബരിമല നട ഭക്തർക്കായി തുറന്നു. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ മുംബൈ ഇന്ത്യൻസിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 10:15-ന്.